നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മാസത്തെ പെൻഷനായ 1600 രൂപയും കഴിഞ്ഞ വർഷം കുടിശ്ശികയുണ്ടായിരുന്ന 1600 രൂപയും കൂടി 3200 രൂപ നാളെ മുതൽ അവരുടെ അക്കൗണ്ടിൽ വരികയാണ്. ആർക്കെല്ലാമാണ് പണം ഒറ്റ ഗഡുക്കളായിട്ട് ലഭിക്കുക, മറ്റു ചില ആളുകൾക്ക് 2 ഗഡുക്കളായിട്ടായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ നാളെ മുതൽ ഏത് ബാങ്കിലെ അക്കൗണ്ടിലെ ആളുകൾക്കായിരിക്കും ഫസ്റ്റ് പണം എത്തുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷന് കാത്തു നിൽക്കുന്ന ആളുകളാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാളെ മുതലായിരിക്കും അവരുടെ പണം ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നത്. 3200 രൂപയായിരിക്കും അവരുടെ അക്കൗണ്ടിൽ പണമായിട്ട് എത്തുക. അത് 1600 രൂപയുടെ ആദ്യ ഗഡുവും അന്ന് തന്നെ 1600 രൂപയുടെ രണ്ടാമത്തെ ഗഡുമായിട്ടായിരിക്കും പണം എത്തുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 10 മണി മുതൽ തന്നെ അവരുടെ അക്കൗണ്ടിൽ പണം വരുന്നതാണ്. പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും കഴിഞ്ഞ വർഷമെല്ലാം പെൻഷൻ പണം എത്തിയത്. അതിൽ പ്രധാന കാരണം പല ബാങ്കുകളുടെയും സർവർ തകരാറ് മൂലമായിരുന്നു അങ്ങനെയെല്ലാം സംഭവിച്ചത്. പക്ഷേ നാളെ അതെല്ലാം മുൻകൂട്ടി കണ്ട് തന്നെ സർക്കാർ കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓണത്തിന് മുമ്പായി തന്നെ എല്ലാവരുടെയും കൈകളിൽ പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, ഓണത്തിന് അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ ലീവായിരിക്കും, ബാങ്കുകൾക്കും മറ്റെല്ലാം ലീവായിരിക്കും. അതിനുമുമ്പായി തന്നെ പണം കൈകളിലെത്തുന്ന ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലെത്തുന്ന ആളുകൾക്കും എല്ലാം പണം എത്തിക്കാൻ ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചനകൾ അതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്റിംഗ് ഒരാളും മറക്കരുത്. അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കുക. നിങ്ങൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ മസ്റ്റിംഗ് പൂർത്തിയാക്കിയ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെയും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും എത്ര ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കാം എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മറ്റൊരു സന്തോഷ വാർത്തയാണ് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനുശേഷം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ ആ കടുംപിടുത്തമെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം പെൻഷൻ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയ ആളുകളുണ്ട്. അവർക്കും ഇപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് പെൻഷൻ മസ്റ്റിങ്ങിൻ്റെ സമയപരിധി നീട്ടുന്നതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ഇതുവരെയും വന്നിട്ടില്ല. നിർബന്ധമായിട്ട് ഈ ഒരു സമയത്തിന് മുമ്പ് തന്നെ എല്ലാ ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കുക. അടുത്ത മാസം മുതൽ ഒരുപാട് ആളുടെ പെൻഷൻ ഇങ്ങനെ മുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോഴും വെറും 60-70% ആളുകൾ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാവരുടെയും ഇക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അറിവില്ലായ്മ മൂലം ഒരാളുടെയും പെൻഷൻ മുടങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ അടുത്ത മാസം മുതലായിരിക്കും സത്യവാങ്മൂലം നൽകേണ്ടത്. അതിനുള്ള അറിയിപ്പ് തീരെയും വന്നിട്ടില്ല. നമ്മുടെ ചാനൽ അതുപോലത്തെ അറിയിപ്പുകൾ മാത്രമായിരിക്കും വരുന്നത്. വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ റേഷൻ കടകൾ വഴി മഞ്ഞ റേഷൻ കാർഡുകൾക്ക് കിറ്റുകൾ നൽകി വരുന്നുണ്ട്. മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും കിറ്റുകൾ വാങ്ങുക. നിങ്ങൾ മഞ്ഞ റേഷൻ കിറ്റുകൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ വിവരങ്ങളെല്ലാം അവർ എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് അർഹതയില്ലാത്ത റേഷൻ കാർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും തിരിച്ചടയ്ക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ ചെറിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.